വളരെ വലുതാണ്. ഒരു കഥ പറയാറുണ്ട്. പണ്ട് ഒരു റോട്ടിലൂടെ ഒരു യുവാവ് ഇങ്ങനെ നടന്നു പോവുക. ആ സമയത്ത് ഒരു നായേനെ കണ്ടു. ആ നായേനെ യുവാവ് കല്ലെടുത്ത് എറിഞ്ഞു. നായ കുരച്ച് ഓടി. എവിടേക്ക് ഓടിയത്? കഥയാണ്. രാജകൊട്ടാരത്തിലേക്ക്. അവിടെ പരാതി പറയുന്ന സ്ഥലം, കൊട്ടാരത്തിൽ രാജാവിന് മുൻപിൽ പരാതി പറയാം. ഒരു പരാതിമണി ഉണ്ട്. ആ പരാതിമണി കൊട്ടി. ഭടന്മാരെ വിട്ടു രാജാവ്. ആരാ പരാതിമണി കൊട്ടിയത്? പോയപ്പോൾ കണ്ടതൊരു നായയാണ്. ആ നായേനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. രാജാവിനെ മുൻപിൽ നിർത്തി. രാജാവ് ചോദിച്ചു, എന്താ നിനക്ക് ബോധിപ്പിക്കാനുള്ളത്? നായ പറഞ്ഞു, ഞാൻ വിശന്ന് നടക്കുമ്പോൾ വഴിയോരത്ത് ആരോ വലിച്ചെറിഞ്ഞ എച്ചിലയിൽ ഭക്ഷണം കിട്ടി. ഞാനത് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു യുവാവ് എന്നെ ഒരു കല്ലെടുത്ത് എറിഞ്ഞു. ഇതാണ് രാജാവേ എന്റെ പരാതി. പറഞ്ഞു തീരുന്നതിന് മുൻപ് അടുത്ത മണി കേൾക്കുന്നു. വീണ്ടും പരാതി മണി കൊട്ടുന്നു. ഭടന്മാര് പോകുന്നു, കണ്ടുപിടിക്കുന്നു. ആരാണ്? ഒരു യുവാവ് ഈ പരാതി കൊട്ടുന്നു. ഭടന്മാർ അദ്ദേഹത്തെ കൊണ്ടുപോയി രാജാവിന് വേണ്ടി ഹാജരാക്കി. യുവാവിനോട് ചോദിച്ചു, എന്താണ് നിന്റെ പരാതി? ആ യുവാവ് പറഞ്ഞു, ഞാൻ വിശന്നു വരഞ്ഞ് റോഡരികിലൂടെ നടക്കുകയായിരുന്നു. ഈ സമയത്ത് മൃഷ്ടാനം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നായനെ കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഞാൻ ഒരു കല്ലെടുത്ത് എറിഞ്ഞു. രാജാവ് ധർമ്മസങ്കടത്തിനായി. തന്റെ മുൻപിൽ വീക്കിയവനും വീക്ക് കൊണ്ടവനും രണ്ടുപേരും തത്തുല്യമ ദുഃഖിതരായിട്ടാണ് പരാതി പറയുന്നത്. നായയോട് ചോദിച്ചല്ലയോ നായയെ, എന്താണ് ഞാൻ ഇതിന് ശിക്ഷ വിധിക്കേണ്ടത്? നീ വിധിച്ചോ, ഞാൻ നടപ്പിലാക്കിക്കൊള്ളാം. നായ പറഞ്ഞു, ഈ യുവാവിന് കൊടുക്കേണ്ട ശിക്ഷ ഈ കൊട്ടാരത്തിനടുത്തുള്ള മഹാക്ഷേത്രത്തിന്റെ ശ്രീകാര്യക്കാരനാക്കണം. ശ്രീകാര്യക്കാരൻ എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്നും ഇന്നും വലിയ സ്ഥാനമാണ്. രാജാവ് ശരി, അങ്ങനെ ചെയ്യാം. രാജാവ് ചോദിച്ചു, ഞാൻ നടപ്പിലാക്കിക്കൊള്ളാം. പക്ഷെ അക്ഷന്തികമായ ഈ അപരാധം നിന്നോട് ചെയ്ത ഈ യുവാവിന് നീ ഇത്രയും മഹത്തരമായ സ്ഥാനമാണോ ശിക്ഷയായി കൽപ്പിക്കുന്നത്? അപ്പൊ നായ പറഞ്ഞു, അതേ മഹാരാജാവേ. അതിന് കാരണം, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആ ക്ഷേത്രത്തിന്റെ ശ്രീകാര്യക്കാരനായിരുന്നു. അന്ന് അവിടുന്ന് ഭഗവാന്റെ മുതല് കട്ടുമുടിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ജന്മത്തിൽ പട്ടിയായി ജനിച്ചത്. അതുകൊണ്ട് ആ ഗതി അവരും ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് ആ സ്ഥാനം കൽപ്പിച്ചു കൊടുത്തത്. അസ്തേയം, സ്ഥേയ ബുദ്ധി, മോഷണ ബുദ്ധി ഇല്ലാതിരിക്കുക.